السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. ഏറെ പ്രിയമുള്ളവരെ, ജൗദിൻ്റെ പുതിയ ഈ ഒരു സെഷനിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആയത്തുകൾ പാരായണം ചെയ്ത് അതിലൂടെ ഒരു നിയമം പഠിക്കുകയാണ് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഇതിലൂടെ മദ്ദിൻ്റെ ഒരു ഇനമായ മദ്ദുൽ മുൻഫസിൽ എന്ന മദ്ദിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് 4 ഹറക്കത്തുകൾക്ക് തുല്യമായിക്കൊണ്ടാണ് മദ്ദുൽ മുൻഫസിൽ നീട്ടേണ്ടത്. മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം, മദ്ദിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ്, വാവ്, യാ, ഈ അക്ഷരങ്ങൾക്ക് ശേഷം അടുത്ത പദത്തിൽ ഹംസ വന്നു കഴിഞ്ഞാൽ ആണ് അൽ മദ്ദുൽ മുൻഫസിൽ ഉണ്ടാവുക. ആദ്യത്തെ പദത്തിൻ്റെ അവസാനത്തിൽ മദ് വരികയും പിറ്റത്തെ പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വരികയും ചെയ്താലാണ് അൽ മദ്ദുൽ മുൻഫസിൽ ഉണ്ടാവുക. നമുക്ക് ആയത്തുകൾ പാരായണം ചെയ്യാം. സൂറത്തുൽ ഫജ്റിലെ 15, 16 എന്നീ ആയത്തുകളാണ് ഇവിടെയുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. ഈ ആയത്തുകളിൽ ആദ്യമായി 15-ാമത്തെ ആയത്തിലെ അവസാനത്തിൽ റബ്ബി അക്രമൻ എന്ന പദം, ആ 2 പദങ്ങൾ നോക്കുകയാണെങ്കിൽ റബ്ബി എന്ന പദത്തിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ യാ ആണ് വന്നിട്ടുള്ളത്. അടുത്ത പദത്തിൽ ഹംസയും വന്നു. അപ്പോൾ ഇവിടെ 4 ഹറക്കത്തുകൾക്ക് തുല്യമായി നമ്മൾ നീട്ടണം. റബ്ബി അക്രമൻ. അതുപോലെ അടുത്ത ആയത്തിലെ തുടക്കത്തിലും അപ്രകാരം തന്നെ. വഅമ്മ ഇദ. ഇവിടെ വഅമ്മ എന്ന പദത്തിൻ്റെ അവസാനത്തിൽ മദ് വന്നു. അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസയും വന്നു. അപ്പോൾ വഅമ്മ ഇദ എന്നാണ് ഓതേണ്ടത്. അവസാനമായി 16-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ റബ്ബി അഹാനൻ. ഇവിടെയും റബ്ബി എന്ന പദത്തിലെ അവസാനത്തിൽ മദ്ദിൻ്റെ യാ വന്നു. അഹാനൻ എന്ന പദത്തിൻ്റെ തുടക്കത്തിൽ ഹംസയും വന്നു. അപ്പോൾ നമ്മൾ 4 ഹറക്കത്തുകൾക്ക് തുല്യമായി നീട്ടുന്നു. 4 ഹറക്കത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ വിരലും മടക്കാൻ എടുക്കുന്ന സമയമാണ്. അതിന് തത്തുല്യമായ സമയമാണ് നമ്മളതിന് എടുക്കേണ്ടത്. അപ്പോൾ 4 ഹറക്കത്തുകൾ, 4 വിരലുകൾ മടക്കാനുള്ള സമയം. റബ്ബി അഹാനൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.